അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം സമാധാനം ഈ വർഷം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നിതാ വല്യമ്മയുടെ സഹോദരങ്ങളെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും അങ്ങനെ എല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ള കുടുംബസംഗമമാണ് നടക്കുന്നത്. പൂളന്തറക്കൽ കുടുംബസംഗമം. അപ്പോൾ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അവിടെ 9 മണി ആകുമ്പോഴത്തേന് തന്നെ ഹാളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ട് ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓരോരുത്തർ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജ് സെറ്റാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ പരിപാടികളും വലിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓരോരുത്തരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് വരുന്നവർ ഓരോരുത്തരുടെ എഴുതി വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതാ വന്ന ഉടനെ കുടിക്കാനുള്ള ലിച്ചി ജ്യൂസ് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഐറ്റംസൊക്കെ ഇവിടെ അത് സെറ്റാക്കി വരുന്നുണ്ട്. പിന്നെ കസേരകളൊക്കെ പൊഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ. പിന്നെ അതാ ഡൈനിങ് ഹാളിൽ വന്നപ്പോൾ അവിടെ ഉച്ചക്കലേക്കുള്ളതും രാത്രിക്കലേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട്. പരൂര് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും കുടുംബസംഗമം നടത്താറുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പ്രാവശ്യം കിറാത്തോട് കൂടിയിട്ട് കുടുംബസംഗമം ആരംഭിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ കിറാത്ത് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ യോഗ ആയിരുന്നു. എല്ലാവരും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബസംഗമം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ പരിപാടിയൊക്കെ തുടങ്ങി. മാഷാ അല്ലാഹ്, സംഗമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മനോഹരമായിട്ട് ഖിറാഅത്ത് ഓതിയത് ഉപ്പാടെ സഹോദരൻ്റെ പേരക്കുട്ടി ഉമ്മർ നിഹാലാണ്. അതുപോലെ തന്നെ അടിപൊളി മോട്ടിവേഷൻ ക്ലാസ് നടത്തിയത് ഉപ്പാടെ സഹോദരൻ്റെ മകൻ ഷിഹാബാണ്. അങ്ങനെ ഇതാ കുറച്ച് കുട്ടികളെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുഹർ നമസ്കാരത്തിൻ്റെ ശേഷം ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു. പിന്നെ വെറുചോറ് കറികളും നെയ്ച്ചോറ് കഴിക്കാത്തവർക്ക് വെറുചോറ് കറികളൊക്കെ അതുകൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു. വീണ്ടും പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്നത്തേനേക്കാളും പ്രാവശ്യത്തെ കുടുംബസംഗമം ഒന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടു. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം കുട്ടികളെ പരിപാടികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപൂർവമായിട്ടാണ് വലിയൊരു എന്തെങ്കിലും വല്ല പാട്ടോ മറ്റോ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം സ്ത്രീകളെ ഭാഗത്തുനിന്ന് കോൽക്കളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ദഫ് ഉണ്ടായിരുന്നു. പിന്നെ പാട്ടും മുട്ടിപ്പാട്ട് പോലെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യത്തിനേക്കാളും കൂടുതലായിട്ട് ഇപ്രാവശ്യം എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ 4 മണിക്ക് ചായയും പലഹാരം ഉണ്ടായിരുന്നു. അതുപോലെ രാത്രി പൊറോട്ട, ഇറച്ചിക്കറി, അതുപോലെ ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് വളരെ റാഹത്ത് തന്നെ ആയിരുന്നു ഇത്തവണത്തെയും കുടുംബസംഗമം. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ കുടുംബസംഗമത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.